ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ യൂണിവേഴ്സിറ്റി കാണിച്ചു. ഇതാണ് എൻ്റെ യൂണിവേഴ്സിറ്റി, കാൾ ഫ്രാൻസൻസ് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രാറ്റ്സ് എന്നാണ് ഫുൾ നെയിം. അപ്പോൾ വിൻ്റർ സെമിസ്റ്റർ സ്റ്റാർട്ടായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു. ഇതാണ് യൂണിവേഴ്സിറ്റീൻ്റെ മെയിൻ ഹാൾ. ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് ഇങ്ങനെയാണ്. നല്ല വൈബുള്ള യൂണിവേഴ്സിറ്റിയാണ്. എനിക്ക് ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ജർമ്മൻ യൂണിവേഴ്സിറ്റി മിക്കതും ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഈ ഓടിപ്പടഞ്ഞ് പോകുന്നത് ഇവിടുത്തെ മ്യൂസിയം കാണാനാണ്. ഈ യൂണിവേഴ്സിറ്റീൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൽ ഏറ്റവും ടോപ്പിൽ ഒരു ചെറിയൊരു റൂമുണ്ട്. അതാണ് ഇവിടുത്തെ മ്യൂസിയം. അപ്പോൾ ഇന്നിവിടെ മ്യൂസിയത്തിൻ്റെ എന്തോ ഒരു സംഭവമാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ രണ്ടുപേര് നിൽക്കുന്നുണ്ട്. അവർ പെർഫ്യൂമിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവരെന്താ പറയണേന്ന് കേൾക്കാം. You put in some water and then you put the plants on the top, and then you put this like together here, and there you have the cooling system basically. So we have the cooling water here, and then the steam with the essential oil steam, it cools down here and it gets liquefied again, and then it flows out here. So in there we already have lavender. So what you smell here is most of it is water, but you have a little bit of lavender oil as well, and that smells very strongly. So yeah, that's basically it, and that's how they did it in the ancient times as well. Okay. Yeah. So it's about the perfume. Yes, exactly. Thank you. Sorry. Also in some creams for the skin, and I think the funniest thing is with essential oils to put it in the bathrooms, the ancient bathrooms, so they don't smell too bad, and they put them there as well. Yeah. What's your name? Leah. Nice to meet you. Nice to meet you That too. was a nice presentation. Thanks so much. What's your name? I'm Sebastian. Thank you for this. പണ്ട് കാലത്തൊക്കെ ആൾക്കാർ എയർ ഫ്രഷ്നറായിട്ട് യൂസ് ചെയ്തത് ഈ ഒരു ചെറിയ പ്ലേറ്റ്സിൽ ഈ കാണുന്ന എസെൻഷ്യൽ ഓയിലിൻ്റെ ഒരു ഡ്രോപ്പ് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെയായിരുന്നു ഇത് എയർ ഫ്രഷ്നറായിട്ട് ഇവർ യൂസ് ചെയ്തിരുന്നത്. Sorry. And smell. Just this vessel smell. ഇത് ഈ സ്മോൾ പ്ലേറ്റ്സ് നമുക്കുള്ളതാണ്. നമുക്ക് ഇതിൽ ഏത് സ്മെല്ലാണ് ഇഷ്ടപ്പെട്ടത് അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. I'm gonna try എല്ലാം. ഞാനിതെല്ലാം ട്രൈ ചെയ്യാൻ പോവാണ്. എന്നോട് സ്മെൽ ചെയ്യാൻ പറഞ്ഞേ. ലാവൻഡർ ഇഷ്ടമാണ്. റോസ. റോസൻ്റെ ഇഷ്ടമായിരുന്നോ? I don't like rose. റോസ് ഇഷ്ടമല്ല. റോസ് ഫെമിലിയർ ആണെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ. ഇതിന് വളരെ ഇഷ്ടമില്ല. ഞാൻ എനിക്ക് ഇതാ ഇഷ്ടമായ ഗൈസ്. ഗൈസ് എന്നെ തെറ്റിദ്ധരിക്കരുത്. How do we pronounce this? Similar to some bombs. Yes, like Okay, I will go for this. For you? Okay, One minute. ഇങ്ങനത്തെ ഹാളുകളാണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത്. ഇന്നിവിടെ ഒരു മ്യൂസിയം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ പോവാം. ഇന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ 100ഓളം മ്യൂസിയത്തിൽ കയറാൻ പറ്റുന്നതാണ്. അതിനുള്ള എൻട്രി ടിക്കറ്റും കൂടെ ആണെന്നാണ്. അല്ല, കാലത്തിൻ്റെ വൈകില്ലേ ആണോ ഇത്? ഇത് മറ്റേ കുടമാണ്, അതായത് വെസൽസിന്റെ ക്ലേ പോട്ട്സ് കുട്ടിയത് തൊട്ടിയാണ്. പണ്ട് ആരോ ചെയ്തു വെച്ച കൊത്തുപണികളാണിത്. നല്ല ഭംഗിയില്ലേ കാണാൻ.
എനിക്ക് പൊതുവെ ഇങ്ങനത്തെ കൊത്തുപണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ ചില ആൾക്കാർക്കൊന്നും തലയില്ല, കൈയില്ല, മൂക്കില്ല. ഞാനിതൊക്കെ നിരീക്ഷിച്ച് നോക്കിയായിരുന്നു. ഗ്രീസ് അല്ലെങ്കിൽ ഈജിപ്ത് എന്നാണ് പറയുന്നത്. ഈജിപ്ത് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ എഗ്രി വിത്ത് ഗ്രീസ്. അപ്പോൾ ഷമ്മാസ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ഈജിപ്ത് ആയിരിക്കും. ഗൈസ് നിങ്ങൾ കമൻറ്റ് ബിലോ നിങ്ങൾക്ക് എന്താ കണ്ടിട്ട് തോന്നുന്നുണ്ട്? പണ്ട് കാലത്തെ സ്കൾപ്ചേഴ്സാണ് ഇവിടെ ഫുള്ളും. ഇതിനെല്ലാത്തിനും എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ട്. ഇവിടെ ആക്ച്വലി ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, പക്ഷേ ജർമ്മനിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. പിന്നെ ഞങ്ങൾക്കങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് റാൻഡമായിട്ട് മ്യൂസിയം കാണാൻ പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗൈഡിൻ്റെ അടുത്ത് ചോദിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. പിന്നെ ജർമ്മനിലാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിലും ജർമ്മൻ അത്യാവശ്യം പിടിപാടില്ലാത്തതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് പോയില്ല. ഇവരെന്തൊക്കെയോ കയ്യിൽ പിടിച്ചിട്ട് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആണ് ഇവിടെ ഉള്ളത്. ചാൻസ് ഫ്രെയിമിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലെ കുടം ഇവർക്കൊക്കെ നമ്മള് കോട്ടും പാൻറ്റും ഒക്കെ ഇട്ടുകൊടുത്ത് അടിപൊളിയായിരിക്കില്ലേ? ഡിസ്പ്ലേയിലുള്ള ആൾക്കാർ ഇവർക്കൊക്കെ ഒരു കണ്ണടയും ഗ്ലാസും ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നല്ല രസം ഉണ്ടാവില്ലേ? ജാക്കറ്റ് ഊരി കൊടുത്താലോ? പക്ഷേ ഇവർ വിചാരിക്കില്ല ഞാൻ ആക്ഷേപിക്കുകയാണെന്ന്. മ്യൂസിയത്തിൽ വന്നിട്ട് നമ്മൾ അമ്മാതിരി പരിപാടി കാണിച്ചാൽ ഇവരുടെ റിസൾട്ട് ചെയ്യണ പോലെ ആവും. അതും യൂണിവേഴ്സിറ്റി. നമുക്ക് പോവാം ഗൈസ്. നമ്മൾ ഡീസൻ്റാന്ന് കാണിക്കണം. അല്ലാണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ ചീത്തപ്പേരാണ്. നമ്മളിവിടെ നിന്ന് പോകണില്ലേ? മ്യൂസിക് ലിസൺ. ഞാൻ ഒരു ദൊറോത്തി മദാമ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഏതോ ഒരു കൊട്ടാരത്തിൽ കയറി അതിൻ്റെ തിരികെ ഒരു പ്രായത്തിൻ്റെ പോലെയാണ്. തൊപ്പിയില്ല തൊപ്പില്ല. അതെ, തൊപ്പില്ല. പക്ഷെ ഒരു ബാഗ് ഉണ്ട്, ഒരു ഫോട്ടോ ഉണ്ട്. ഇന്ന് നമ്മൾ നെക്സ്റ്റ് പോണത് ഇവിടുത്തെ ലൈബ്രറിയിലോട്ടാണ്. ലൈബ്രറി ചെല്ലുമ്പോൾ ഞാൻ മിണ്ടില്ല ഗൈസ്. കാരണം നമ്മളിവിടെ മിണ്ടാൻ പാടില്ല. ലൈബ്രറി എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളവിടെ പഠിക്കാൻ വന്നാൽ നമ്മൾ പഠിക്കണം. നമ്മൾ വീഡിയോ കോൾ ചെയ്യാൻ പാടില്ല, ആരുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ല. ഓൺലി പഠിപ്പ്. അപ്പോൾ അവിടെയാണ് ഗൈസ് തനി മലയാളി. പറഞ്ഞോ. ഓക്കെ. Okay, thank you. Is it okay? It's okay. Thank you. ഇത് ആക്ച്വലി നമ്മുടെ ലൈബ്രറിയാണ്. നമുക്ക് ഇന്ന് ഇവിടെ കുറേ ബുക്സ് ഉണ്ട്. €1 ബുക്സ് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് വേണ്ട ബുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് €1 കിട്ടും. ഈ ലാമ്പും ഇവിടെയുള്ള ചെയറും കാര്യങ്ങളൊക്കെ എനിക്ക് ശരിക്കും ഹോഗ്വേർട്സിൻ്റെ വൈബാണ് തരുന്നത്. ഞാനിവിടെ വന്ന് ഞാൻ ഏറ്റവും അറ്റത്താണ് ഇരിക്കാറ്. ഒന്നില്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ആ അറ്റത്ത്. ഞാൻ അവിടെ ഇരുന്നിട്ടാണ് പഠിക്കാൻ വരാറ്. പഠിക്കണവർക്ക് പറഞ്ഞിട്ടുള്ള ലൈബ്രറി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ലിറ്ററേച്ചർ, ലവ് സ്റ്റോറി അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതൊന്നും നല്ല, നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നേക്കണേ. ഇപ്പോൾ പഠിക്കണ സാധനങ്ങൾ ഓൺലി ചെയ്യാൻ. ഒരുപാടുണ്ട്. ഇതൊക്കെ യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. ഫിസിക്സ് എല്ലാം ഫിസിക്സ്. ഞാൻ മാത്സ് അന്വേഷിക്കുന്നത്. ഇത് തിയോളജി. ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്സ്. അപ്പോൾ നമുക്ക് മാത്സ് ഇതിൽ കണ്ടുപിടിക്കാം. ഇത് അവിടെ നിന്ന് തുടങ്ങിയാലോ? ഫിലിം മ്യൂസിക്.
മ്യൂസിക് ഫിലിം ഇത് കുൻസ്റ്റ് മറ്റേ മ്യൂസിക്കിൻ്റെ ഫുൾ ഡിക്ഷണറിയാണ് ഗൈസ്. സിസ്റ്ററിൻ്റെ അടുത്ത ബുക്ക് പാടിയത് ഇതിനർത്ഥം ഡിക്ഷണറിയാണ്. വായിക്കറിയില്ല അല്ലേ? ദിസ് ഇസ് ഡിക്ഷണറി. ഐ ടോൾഡ് യു ഇത് ഡിക്ഷണറി എന്ന സെക്ഷനാണ്. ഈ ബുക്ക് എൻ്റെ ഉണ്ട്. പഠിപ്പികൾക്ക് എന്തോ ആവാലോ. ഇതെന്തോ റൊമാൻസ് അല്ല, ഇത് റോമൻ എന്തോ സാധനങ്ങളാണ്. റൊമാനിസ്റ്റിക് whatever. സോ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ബ്ലൂ സംഭവമില്ലേ, ഇതാണ് സീലിംഗ്. ഇത് അഭിനയമാണ് ഗൈസ്. Now the mountain should move. Yeah, it's moving. So in the middle of the three islands there's the volcano, and when it erupts, half of the mountain slides into the sea and creates a tsunami. Oh, okay. Continental drifting. Sorry? Continental drifting? No, it's the volcano eruption, a very explosive volcano eruption, which yeah. Possible though. Yeah, folder. Okay. Yeah, but it's very boring Jurassic World. Okay. It's just a video you can watch in VR. ഓ ഈ മിഠായി ഇത്ര ആക്കിയത് തരാന്നറിയോ? അവള ലൈബ്രറിയിലെ ടോപ്പ് ഫ്ലോറാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. ഇതൊരു സ്റ്റഡി ലോഞ്ചാണ്. ഇവിടുത്തെ ഇവൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് കോർണറിൽ പോയാലും നമുക്ക് സ്വീറ്റ്സ് കിട്ടും. കുറച്ചുകൂടെ വലിയ ഇവൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ഫുഡ് കിട്ടും. ഇന്ന് ഞാൻ അത്യാവശ്യം മിഠായി കഴിച്ചിട്ടുണ്ട് ഗൈസ്. കാര്യങ്ങൾ ഞങ്ങൾ കണ്ടു. ആ സംഭവത്തിൻ്റെ പേര് VR അല്ലേ? നമ്മൾ VR എന്നുള്ള സംഭവം ട്രൈ ചെയ്തു. അതിൽ ആക്ച്വലി ലാൻഡ് സ്ലൈഡ്സ് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ ആക്ച്വലി ഗെയിമിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് നിന്നത്. ഇത് അടുത്ത ലൈബ്രറി റൂമാണ്. ഇവിടെ ഉണ്ടല്ലോ നമുക്കെല്ലാം പഠിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതുപോലെ ഇവിടുത്തെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.